ഞാനുണ്ട് അല്ല എടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് ചൂടാക്കുക കറിയൊക്കെ. ഓ പിന്നെ രാവിലെ ടി വി അവിടെ ഇടി. രാവിലെ ചാറൊക്കെ കിഴങ്ങൊക്കെ ഇട്ട് ഇപ്പോഴും എഴുതിയിട്ട് പിള്ളേർ പോകുന്നില്ലാത്തതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഓ മൈ ബാഗ് വന്നോ? ബാഗ് വന്നു. ഇല്ല ഞാൻ താഴെ പോവും. അയ്യോ ബാഗ് ഇതന്നെ ഇങ്ങനെ ഇത് തന്നെ നിൽക്കിറങ്ങിട്ടേക്കുന്നേ. ഓ എൻ്റെ പൊന്നോ. അയ്യോ അപ്പം എനിക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞ ബാഗ് ഒരു മാസമോ? നല്ലതാണോ? നല്ലതാണെന്ന് എനിക്ക് ബാഗ് അങ്ങനെ ഒരു വശത്തിട്ടിട്ട് പെടലിക്കൊക്കെ വേന ഒഴിക്ക് 2 രീതിയിലിടാം അല്ലേ? എന്ത് ചെയ്യാൻ എൻ്റെ പള്ളി? ഓക്കെ ഒന്ന് അങ്ങനെ ഇടാം, അല്ലാണ്ട് ഇടാം. വലുതാണല്ലോ ഒരുമാതിരി. പക്ഷെ അതിനകത്ത് കണ്ട തീരെ ചെറുതാന്ന് പറയുള്ളൂ അല്ലേ? പറ്റില്ല പറ്റില്ല അവിടെ സംഘത്തിന് പോകാൻ വേണ്ടി അല്ലേ ബാഗ്? നമുക്കേ മറ്റേ ബാഗ് ഇട്ടിട്ടേ ഒരു വശത്തോട്ട് ഇടുമ്പോഴേക്കും കൈക്ക് വേദനയാണ്. അപ്പോൾ പുറത്തിട്ട് പോകാമല്ലോ, അതുകൊണ്ടാ. ഞാൻ ചേച്ചിയുടെ അടുത്ത് നീ എന്തിനാ പോന്നേ? അത് ബൈക്കിൽ നിന്ന് ബാക്കിൽ നിന്ന് അത് ഊരണ്ട. അതിട്ട് അതിനകത്ത് ഓക്കെ മതി. കാട് വളർന്നിട്ട് കാണത്തില്ല. പൊന്നോടെ ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിനകമൊക്കെ ഒന്ന് എടുത്ത് എല്ലാം എടുത്തിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ആ ലോഷൻ അങ്ങനെ വിടണം. കാരണം ഇതിനകത്ത് ഭയങ്കര ഉറുമ്പും ഈച്ചയും വിട്ടുകാട്ടി കയറുന്നു. ഒന്നുകൂടെ ഇപ്പം എല്ലാം റെഡി ആയിരിക്കും. അന്ന് അത് റെഡി ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഫുൾ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി ആ ഈ ഉറുമ്പൊക്കെ ഇരിക്കുന്നത് അതിനെല്ലാം കളഞ്ഞ് ശരിയാക്കാനാണ്. ഇവിടെ എടുത്താണേ വേണ്ട നീ തിന്നാനേ
ഇവിടെ ഒരു ചെറിയ TV കംപ്ലൈൻ്റ് ഉണ്ട്. അത് നമ്മൾ മേളിക്ക് വലിയ പണിയുള്ള കേസല്ല, അതുകൊണ്ട് നോക്കാൻ നിർത്താം. ഇവിടെ എല്ലാം സംഭവം ഞാൻ ഒത്തിരി പടുതായിട്ടേക്കാ. ആഹാ, അതുകൊണ്ടാണ്. തൊഴിലുറപ്പ് ഒരുപാട് പേരുണ്ട്. അങ്ങോട്ടുള്ളൊരു വഴി കൃത്യമായിട്ട് അറിയത്തില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതിലെപ്പോഴും അങ്ങോട്ടൊക്കെ ചാടിയാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത്. നോക്കാം. ആ കാണുന്ന വീടാണ്, പക്ഷെ അവിടെ ചെന്നെത്താമെങ്കിൽ തീർന്നു. ഒന്നി ഇറങ്ങിപ്പോകുന്ന വഴിയാണ് തോന്നുന്നു. ജയിച്ചിട്ടതാണ് എന്താ പറയുക, നല്ല മുഖം കൊടുക്കണം. ഞാൻ ഇതിലേക്കൂടെ വന്നേ. ആ വരാം. നമ്മുടെ ജീവിത ചക്രത്തിൽ ഏറ്റവും കുറച്ച് കാലം ആയുസുള്ളതും ഏറ്റവും സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയായി ഇറക്കിക്കോഴി. എന്താണെന്ന് വെച്ചാൽ 40 ദിവസം നമ്മൾ അതിനെ അതേമാതിരി നോക്കും. അത് കഴിഞ്ഞ് അതിനെ കണ്ടിരിക്കണം. കരിങ്കോഴി ഇല്ലേ ഇപ്പോൾ? കുറവാണ്. അതിനോട് കുറവാണ്. പട്ടി പിടിക്കുന്നുണ്ട് ഒരു അത് കാരണം. ആണോ? ആ, പട്ടി പിടിക്കുന്നുണ്ടല്ലേ. അതിനെ കൂടെ എങ്ങനെ
അന്ന് അതിനകത്ത് അതിനകത്ത് ഞാൻ ജീൻസ് ആയിരുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ല മുള്ളാണ്. പതിനേഴ് വർഷം മുമ്പ് കൊടുത്ത ഫിഷ ആ സാധനമാണ് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ മാറിയിട്ട് നമ്മൾ ബുക്ക് കൊടുക്കാൻ പോകണം. അതെ അതെ ഉണ്ടോ? കോഴിയുടെ വീഡിയോ എപ്പോഴും എടുക്കേണ്ട അവസ്ഥ ഇപ്പം ആരൊക്കെ ഉണ്ട് ഇല്ലയെന്നൊക്കെ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. വായിക്കൊള്ളൊക്കെ എന്ത് ചെയ്യുന്നു ആർക്കറിയാം. നാരായണ എനിക്ക് പെടിക്കേറി വീടുക. ഇതെന്നെ അവിടെ കിടക്കുന്നേ എണീറ്റേ. കണ്ടോ ഒന്ന് എണീറ്റ് അവിടെ പോയിരുന്നേ. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? കുഞ്ഞവിടെ പോയിരുന്നേ. വേണ്ട പെഡിക്യൂർ ചെയ്യുന്നവർ വേണം ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് കേട്ടോ. ഒക്കെ ഉണ്ട് കാര്യം. പെഡിക്യൂർ ചെയ്യുന്ന ചേച്ചി, പെഡിക്യൂർ ചെയ്യുന്നത് കാണുന്ന കൊച്ച്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാക്കരൻ. പഴയ ഷാമ്പൂ ഇട്ട് തന്നെ കുളിപ്പിക്കുക, പുതിയ ഷാമ്പൂ ഇട്ട് കുളിപ്പിക്കാം. പേടിച്ചോടി. ഇതിലാണ് കിടപ്പാൻ. ഒരു 16-17 വർഷം മുമ്പ് ചെയ്തു കൊടുത്ത ഡിഷായിരുന്നു. ഞാനിപ്പം ആ ഡിഷിൻ്റെ പണിക്ക് അങ്ങനെ പോകുന്നില്ലെങ്കിലും ഇത് നമ്മളെ തൊട്ടടുത്തായ ഇങ്ങോട്ട് വന്നതാണ്. ഈ 16 വർഷം കഴിഞ്ഞു, അതായത് 17 കണ്ടായി. അത്രയും വർഷം കൂടി ആദ്യമായിട്ടാണ് ആ ബോക്സ് കംപ്ലൈൻ്റ് ആയിരുന്നത്. ഇപ്പം മാറി പുതിയത് വെച്ച്. അതിനിടയ്ക്ക് അവരുടെ ടി വി തന്നെ പല പ്രാവശ്യം മാറി. പക്ഷെ ബോക്സ് ഇപ്പം മാറുന്ന ആദ്യമാണ്. എയർടെല്ലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു ബോക്സ് ഈ 16-17 കൊല്ലം ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ, അത് HD ബോക്സ് അന്നത്തെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈനാപ്പിളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. മഴയായിരുന്നുകൊണ്ട് ഇല്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. ജയനൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ഒന്നുമില്ല, ഇല്ല. പോകുന്നുണ്ട്. അയ്യോ, ഒരുങ്ങാൻ പറ്റുമോ? എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഇട്ടാ മതി. ഇട്ടില്ലെങ്കിൽ ഷാമ്പൂ ഇവിടെ നലമുണ്ടാക്കും. ഇല്ല, പോകുന്നില്ലേ. ഇന്ന് കൊടുത്തില്ലേ? കൊടുക്ക്. ഇവിടെ ബഹളം വെക്കാൻ തുടങ്ങി. എപ്പോഴേ ബഹളം വെക്കാൻ തുടങ്ങി അവള്. ഓക്കെ. ബസ്സല്ല, സ്കൂളിൽ പോകണ നമ്മുടെ അസുഖം ശരിക്കും മാറണ്ട. തിങ്കളാഴ്ചയൊക്കെ പോകാം കേട്ടോ. ബസ്സൊക്കെ ഉണ്ട്. എവിടെ? ഓണത്തിനുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാം. ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയത് പോയി വാങ്ങണം. അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ പോക്ക് കണക്കല്ലോ. ശാമ്പവി ഉള്ളതുകൊണ്ട് നമുക്ക് വയ്യ. അതിനെ കൊണ്ട് അങ്ങനെ പോകാനാണ്. അപ്പം ഇവർ രണ്ടും കൂടെ പോകാൻ പറഞ്ഞു. നമ്മൾ വരുന്ന ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കഴിഞ്ഞ സീനല്ലോ.
കഴിയല്ല. ആർക്കാ നിനക്കാ? ഇവക്ക് അതെന്തുവാ? എവിടെയാ പോന്നെ? കോട്ടയം. കോട്ടയം കല്യാൺ സിൽക്സ്. ആടി സെയിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഓണം സെയിൽ ഉണ്ടോ നോക്കട്ടെ. ഞാൻ എല്ലാം എടുത്തല്ലോ അല്ലേ. ഒരെണ്ണത്തിൽ മാത്രമായിട്ടിട്ട് ആ ബാഗ് ചിലപ്പം അതിനാ വേറൊരു വള്ളിയുള്ള. ആ ഇത് കേറിയിരിക്കുന്നേ അല്ല. ആർക്കൊക്കെയാ ഡ്രസ്സ് എടുക്കുന്നത്? ശാംഭവിക്ക്, നാരായണിക്ക്, ചേട്ടായിക്ക്, ശ്യാമളമ്മയ്ക്ക്, ശ്യാമളമ്മയ്ക്ക്, ചേച്ചാച്ചിക്ക്, എനിക്ക്. കാക്കമ്മയ്ക്ക് പറഞ്ഞെടുക്കും അല്ലേ? അങ്ങനെയാണോ ടാറ്റ ആയിരുന്നു? ഒരുമാതിരി ഓഞ്ഞ ടാറ്റ. നീ ടാറ്റ ആണോ കൊടുത്തേ? പട്ടിക്കായിരുന്നോ? അവനത് ഇഷ്ടപ്പെട്ടില്ല. അവനെല്ലാം മറിച്ചിട്ടല്ലോ. ആ ഇന്നാ ക്യാമറ കൊണ്ടുപോ. ഏത് ക്യാമറ? 19. ഇടയ്ക്കുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടാ വരുന്നത്. അവിടെ പിന്നെ എന്തിനാ ഇത്? കോട്ടയം കളത്തിപ്പടി നല്ല രസമുണ്ടല്ലേ. ബ്രൈഡൽ ഡ്രസ്സ്. ഈ സംഭവം എന്തിനാണ് ഇവിടെ പടവ് വെക്കുന്നത് ഇതുവരെ ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. പിന്നെ ആരാണ് നമ്മുടെ വീഡിയോക്ക് ഇതുപോലെ ഇതിനെക്കുറിച്ച് വീഡിയോ എന്നാലും എടുത്തിട്ടപ്പോൾ ശാപയോടെ ആശുപത്രി പോയപ്പോൾ പറഞ്ഞാണെന്നറിയോ, കോവലോ ഇങ്ങോട്ട് കയറ്റി പോകാൻ നല്ലതായിരിക്കും. പാവലും കോവലും ഒക്കെ എന്തായാലും കൊള്ളാം കേട്ടോ സംഭവം. കോട്ടയം അറിയണമെങ്കിൽ ഉണ്ടല്ലോ ഇത് കാണിക്കണം. ഇപ്പോൾ എന്താ നമ്മൾ കോവല് വളർത്തുന്നിടത്ത് വന്നെത്തിയിട്ടുണ്ട്. ഏതാണ് അതെന്നാ പണിത് വെച്ചേക്കുന്നത് ഭഗവാന് മാത്രം അറിയാം. അങ്ങനെ 2 മന്ദബുദ്ധികളും കൂടി കല്യാൺ ജുവല്ലറി അല്ല സിൽക്സിലോട്ട് പോവുകയാണ്. എനിക്ക് വലിയ വശമില്ല. കോട്ടയം ചില സ്ഥലങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. കോട്ടയത്തെ എല്ലാ സ്ഥലങ്ങളൊന്നും എന്തുവാ ഇവിടെ നിന്നാണ് വന്നതാണല്ലോ. എന്തിനോ വന്നിട്ടുണ്ട്. ഞാനും ദേവിയും കൂടെ ആണെന്ന് തോന്നുന്നുണ്ട്. വിശ്രമ കേന്ദ്രമാണ്. വിശ്രമ കേന്ദ്രം കണ്ടോ അടിപൊളി അല്ലേ? സമയം ഉണ്ടായിട്ട് പോയി വിശ്രമിച്ചിട്ട് വരായിരുന്നു. അവര് വെളുപ്പാകാലത്ത് ഇറങ്ങണം വീട്ടിൽ. നീ ഇപ്പുറത്തേക്ക് ഒക്കോ? ഇങ്ങനെ പേടിയാണോ എന്നെ? കൊള്ളാം അല്ലേ? ഇതല്ലേ ഞാൻ ബസ് ഇരുന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ എഴുതിയേക്കുന്നത് ആര്യോണ്ട്? ആ ഞാനാണ് പിന്നെ കുഴപ്പമില്ല. പോയടി നീ എന്നെടുക്കോ? നീ എന്നെ രാജേട്ടൻ വന്നിട്ട് വരാഞ്ഞേ കയറി. നീ വർത്താനം ഒന്നും പറഞ്ഞില്ലല്ലോ. ആണോ? KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു KSRTCക്ക് വരുമായിരുന്നെങ്കിലേ. അതിന് മൈ ബസ്സേ കയറാൻ വേണ്ടി ചേട്ടാ പറഞ്ഞു. എന്നിട്ട് മൈ ബസ്സേ കയറി എവിടെയെങ്ങാണ്ടോ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇപ്പം നടക്കുകയാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇവിടെ ഒന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു നാരായണി. ഇങ്ങനെയാണ്. ഇതാണ്ട കല്യാണം. ഇതാണ്ട കല്യാണം. ഇതാണ്ട അത്ര അടുത്തുള്ളതിനാണ് നമ്മൾ ഈ ചുറ്റിക്കറങ്ങി പോകാമെന്ന് കേട്ടിട്ടുണ്ടോ? ആ
ചുറ്റിക്കറങ്ങി എന്തോ നമുക്ക് എളുപ്പ വഴി ഇഷ്ടമല്ല, പക്ഷെ പാടുള്ള വഴിയാണ് ഇഷ്ടം. കണ്ടോ കല്യാണം അവിടെ കണ്ടോ, ഇതോ കല്യാണം അതിനാണ് പൊതുമരാമത്ത് വകുപ്പ് കാര്യാലയ സമുച്ചയം എന്ന് വെച്ചാൽ എന്തുവാ PWD. മലയാളത്തിലൊക്കെ എന്തെങ്കിലും മനസ്സിലാവുമോ? അങ്ങനെ തിരക്കി കല്യാണിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്യാണി പോയി കുറച്ച് പരിപാടിയുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാം. മിക്കവാറും നമ്മൾ ഇറങ്ങുമ്പോൾ രാത്രിയാവും കേട്ടോ. ഇപ്പോൾ KSRTC ഉണ്ടല്ലോ, നമുക്കിവിടെ തൊട്ടടുത്തായ കൂടെ കുഴപ്പമില്ല. KSRTC കയറി ഉണ്ടാക്കാൻ ബസ് ഉണ്ട്, ഇറങ്ങാം. ഇതാണ് കല്യാണം. അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലടി കല്യാണിന്. ഉണ്ട്, എന്താ ഭഗവാനേ, ഒന്നുമില്ല, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് വരില്ലേ? ഞാനും ഷാമ്പൂയും മാത്രം. അവരൊക്കെ രാത്രിയാവാതെ വരാൻ വഴിയില്ല. ഇവിടെ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി വരെ പോയാൽ രാത്രി വരുന്നവരാണ്. അപ്പോൾ കോട്ടയം പോലത്തെ അവസ്ഥ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു, അന്നേരം കിടന്ന് ഉറങ്ങിപ്പോയി. പാവം, വയ്യ. വേറെ ഇപ്പം അസുഖമൊന്നുമില്ല, ഇച്ചിരി ക്ഷീണമുണ്ടെന്നേ ഉള്ളൂ. ചെറിയ ചുമയുണ്ട്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അടിപൊളിയല്ലേ? അങ്ങനെ നാരായണിക്കും ശാംഭവിക്കും എടുത്തു, ഞങ്ങൾക്ക് എടുത്തില്ല. തന്നെ എടുക്കണമെന്ന ഒരു കൺഫ്യൂഷൻ. എന്താണ് അരളിക്കടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ശംഭൂരിനടുത്തും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ കൊള്ളാമല്ലോ, കഴിവില്ല. എനിക്ക് ഈ ഓറഞ്ച് കളറിൻ്റെ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കല്ലേടുന്ന് ഇറങ്ങി. ഇപ്പം അടുത്ത് എങ്ങോട്ടാ? സ്റ്റുഡിയോയിലോട്ട്. ഓക്കെ, ഈ സ്റ്റുഡിയോ കുറേ നടക്കണമെന്ന് തോന്നുന്നേ. നമ്മളൊന്നും കണ്ടില്ലേ, അതാണ്. ഓട്ടോയ്ക്ക് തന്നെ പോകണം. ഓട്ടോയ്ക്ക് വേണം, അല്ല ഒരുപാടില്ല, ഓട്ടോയ്ക്ക് പോകാനുള്ളേ ഉള്ളൂ. ശാംഭവി നല്ല ഉറക്കമാണ്. അത് ഈ കളർ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അവള് സമ്മതിക്കില്ല. എന്തോ കുഴപ്പം? ആ ബ്ലൂ ആണല്ലോ, ബ്ലൂ. എടുത്ത് നിർത്ത് കാണിച്ചേ. അവിടെ വെച്ചാ പിന്നെ കൊണ്ടുവന്നേ വേണമല്ലോ, കൊണ്ടുവരാതിരിക്കുന്നല്ലോ. എന്നാ
ഏ ആ എന്നാ ഇപ്പോഴാണോ എഴുന്നേക്കുന്നേ? ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. സമയം എന്നായെന്നറിയാവോ? 6:45 കണ്ടോ? ആ അന്നങ്ങനെയാണോ എഴുന്നേറ്റേ? കൊതു കടിച്ചിട്ട് എഴുന്നേറ്റാണോ? ഓ തീ കത്തിക്കാനോ? ഇപ്പൊ ഇരുട്ടായില്ലേ, ഇനിയിപ്പോ എങ്ങനെ ഞാൻ കത്തിക്കാനോ? അമ്മയോ? അമ്മയാണോ? ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ഇല്ല ആരും തുറക്ക് ഇല്ല അടുത്തല്ലോ അല്ലേ? ഞാൻ പോയി വിളിച്ചോണ്ട് നോക്കിട്ടോ. ഇവിടെ വരുമ്പോൾ എൻ്റെ ക്യാമറ ഉണ്ട്, അത് നോക്കണ്ട നീ. വേറെ നിന്നിട്ട് അവിടെ നിന്ന് കല്യാണം വെറുതെ ആ സുഖിയെ പോയാൽ മതിയാണ്. ഞാൻ പറഞ്ഞല്ലേ സുടിക അടിപൊളി. സുടിക ഇഷ്ടംപോലെ നല്ല സാധനങ്ങളൊക്കെ വലിയ വിലയൊന്നുമില്ല. കല്യാണം എൻ്റെ പൊന്നമ്മോ എനിക്ക് വയ്യ. ഇത്രയായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ ചെന്നാലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ശാംഭവിക്കും നാരായണിക്കും എനിക്കും മാത്രം എടുത്തു. നിങ്ങൾക്ക് 3 പേർക്കിനി എടുക്കണം. ശ്യാമളക്ക് സാരി എടുത്തില്ലേ? സാരിക്ക് എന്റെ പൊന്നു ദൈവമേ, ശരിക്കും വിലയുടെ ശാമ്പൂല ശാമ്പൂല കണ്ടോ? ശാമ്പൂല ശാമ്പൂ ഇതിട്ടാ വലുതാണല്ലോ. അല്ലേ? ഇത് വലുതോ? ഇതാണോ വലുത്? നല്ല കളറാണ് അവർക്ക്. പെട്ടെന്ന് ഒറ്റ പ്രാവശ്യം ഇടും. പിന്നെ മൊത്തം മറ്റേ വെല്ലം കഴിച്ചിട്ട് എഴുന്നേറ്റിരുമ്പം ഭക്ഷണമല്ലേ മൊത്തം. ഇത് കണ്ടോ? ഇത് അവിടുന്നോ? കല്യാണി പറയണ്ടേ? എന്നാ വില എന്താ നിക്കറിന്? ഈ ഒരു നിക്കറിന്റെ വില. ഉടുപ്പ് അത് എന്നാ ഉടുപ്പ് കണ്ടില്ലേ? എന്നാ ഉടുപ്പ്
ആ അതുപോലത്തെ ഉടുപ്പ് ഞാൻ മേടിച്ചു തന്നേക്കാം. അവിടുന്ന് മേടിക്കുന്നില്ല എന്തായാലും, ഇവിടെ പുൽപ്പേന്ന് മേടിക്കാം.